A car moves. A car. A car. A car covers. A car covers. A car covers the first half. First half of the distance. Of the distance. First half of the distance. Distance between two places. Two places. Two places. At a speed of 40 kilometer per hour. 40 kilometer per hour. And the second half at 60 kilometer per hour. 60 kilometer per hour. Calculate the average speed of the car. Average speed of the car. Speed of the car. അതാണ് നമ്മുടെ ചോദ്യം. അതായത് ഒരു കാറ് ആദ്യത്തെ പകുതി ഡിസ്റ്റൻസ് ഫസ്റ്റ്, അതായത് എ കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് അറ്റ് എ സ്പീഡ് ഓഫ് 40 കിലോമീറ്റർ പെർ അവർ ആൻഡ് സെക്കൻഡ് ഹാഫ് അറ്റ് എ എന്താണ് 60 കിലോമീറ്റർ പെർ അവർ. കാൽക്കുലേറ്റ് ദി ആവറേജ് സ്പീഡ് ഓഫ് കാർ. നമ്മൾ പറഞ്ഞു ഒരു കാർ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പം ഇത് മൊത്തം ഒരു 100 കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചു. ആദ്യത്തെ ഹാഫ്, അതായത് ആദ്യത്തെ 50 കിലോമീറ്റർ അത് ട്രാവൽ ചെയ്തത് എത്ര സ്പീഡിലാണ്? 40 കിലോമീറ്റർ പെർ അവറിലാണ്. അടുത്ത ഹാഫ് ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തത് 60 കിലോമീറ്റർ പെർ അവറിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്കത് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. നമുക്കറിയാം ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. ഒരു സെക്കൻഡ് first half of distance between two places at a speed of 40 km per second and 50 km per hour. ഇതിനകത്ത് ഇത് വേറൊരു ക്വസ്റ്റ്യൻ്റെ പാർട്ടായിരുന്നേ. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ചെയ്യണം. അത് കുഴപ്പമില്ല. ഇപ്പോൾ ആവറേജ് സ്പീഡ് നമുക്ക് അല്ലാതെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ? 40 പ്ലസ് V1 പ്ലസ് V2 ബൈ 2 ചെയ്താൽ പോരെ? ഇല്ലേ? ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ V പ്ലസ് U ബൈ 2 ചെയ്ത പോലെ തന്നെ കണ്ടുപിടിച്ചാൽ അതെന്താ? V1 പ്ലസ് V2 ഡിവൈഡ് ബൈ എന്താ 2 ചെയ്താൽ മതി. അതായത് 40 പ്ലസ് 60 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. എത്ര വരും? 100 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 50 കിലോമീറ്റർ പെർ അവർ. ഇങ്ങനെ അല്ലായിരുന്നു. ഇത് വേറൊരു ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ട്. അതിനകത്ത് ഒരു കാര്യങ്ങളുണ്ട്. തൽക്കാലം ഇത് എഴുതിക്കോ, അടുത്തത് നമുക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചെയ്യാനുണ്ടെന്നും കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യനായിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫ്രം വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ deduce the velocity time relation and velocity displacement relation.
അപ്പം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡിറൈവ് ചെയ്യണം? വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? v = u + at. u + at അതാണ് വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്താ? ഓക്കെ, അപ്പം നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് ഒന്ന് വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. അപ്പം വെലോസിറ്റി ടൈം റിലേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. വെലോസിറ്റി ടൈം റിലേഷൻ എന്താണ്? വെലോസിറ്റി ടൈം നമ്മൾ റിലേഷൻ എന്താണ്? ഇതാണ് v = u + at. കണ്ടോ? ഇനി പറയാം, ഇത് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കണം ഇങ്ങനെയാണ്. ഇനിയും അടുത്ത എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താ? v² - u² = എന്താ? 2as ആണ്. അപ്പം ഇത് രണ്ടെണ്ണമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ഗ്രാഫാണ് വരയ്ക്കേണ്ടത്? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നോക്കിയോ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ വരയ്ക്കാൻ പോവാണ്. യൂണിഫോം ആക്സിലറേഷനാണ്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 60 നിന്ന് 65 ആവുന്നു, 65 നിന്ന് 70 ആവുന്നു, 70 നിന്ന് 75 ആവുന്നു, 75 നിന്ന് 80 ആവുന്നു. അതെല്ലാം ഒരേ ടൈം ഇന്റർവെൽ 5 5 5 5 ടൈം ഇന്റർവെൽ. അതായത് വെലോസിറ്റി ഇൻക്രീസസ് ബൈ ഈക്വൽ എമൗണ്ട്സ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അങ്ങനെ ഒരു കേസിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു അത് കിട്ടിയത്? ഒറിജിൻ ആണല്ലോ. എന്നാൽ ഒറിജിനിൽ അല്ലാതെ നമുക്കൊരു ഗ്രാഫ് വരച്ചാൽ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒറിജിനൽ അല്ലെന്ന് പറഞ്ഞാൽ എന്താ? അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ? ഇനിഷ്യൽ വെലോസിറ്റി 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ വരയ്ക്കാൻ പോവാണ്, നോക്കിയോളൂ. ഇതാണ് വെലോസിറ്റി. മനസ്സിലാകാത്തവർ ചോദിക്കണം കേട്ടോ. ഇത് വെലോസിറ്റി ടൈം. യൂണിഫോമിലെ ആക്സിലറേറ്റഡ് ഗ്രാഫ് നമ്മൾ വരച്ചത് ഇങ്ങനെ വരച്ചത്, പാസിംഗ് ത്രൂ ഒറിജിൻ. പക്ഷെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? നമ്മൾ ആദ്യം ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിട്ടല്ല എടുക്കുന്നത്. നമ്മൾ എന്തായിട്ട് എടുക്കാൻ പോവാം? ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങോട്ട് എടുക്കാൻ പോവാം. ഇതാണ് ഞാൻ ഈ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഇത് നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റിയും ഇത് മുകളിലോട്ട് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഫൈനൽ വെലോസിറ്റി ആയിട്ട് വരയ്ക്കാൻ പോകും. കണ്ടോ? ഇത് ഇനിഷ്യൽ വെലോസിറ്റിയുടേത്, ഇത് നമ്മുടെ ഫൈനൽ വെലോസിറ്റി. കണ്ടോ? ഇത് ഫൈനൽ വെലോസിറ്റി. ഇവിടെ നിങ്ങൾ v എന്ന് എഴുതാതെ വെലോസിറ്റി എന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. വെലോസിറ്റി കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. ഇവിടെ എന്തെന്ന് എഴുതുക? ഇവിടെ നിങ്ങൾ ടൈം എന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. ടൈം. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഇതിനെ നിങ്ങളുടെ ഒരു ടൈം കൊടുക്കുക. ഇനിഷ്യൽ ടൈം അവിടെ 0 ആണ്. ഫൈനൽ ടൈം എന്താ? t എന്നും കൊടുക്കുക. എന്നിട്ട് ഇവിടെയും കൂടി ഈ ഗ്രാഫിനെ തന്നെ ഇങ്ങനെ അങ്ങാക്കുക. ഇത്രയും വരച്ചതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും എഴുതിയതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. എവിടെ ഇനിഷ്യൽ വെലോസിറ്റി 0 ഇട്ട് എഴുതാതിരിക്കാം. നമുക്ക് വിക്കും ഇവിടെ എന്തോ കിട്ടണ്ടേ? ഇനിഷ്യലി 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ v = 80 എന്നായിരിക്കും വരുന്നത്. അതുപോലെ ഇവിടെ v² = 2as എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ അത് നമുക്ക് അങ്ങനെയാണോ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ആ ഇക്വേഷനാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരു ഇനിഷ്യൽ വാല്യൂ എടുക്കുന്നതേ ഉള്ളൂ. മനസ്സിലായി? അല്ലെങ്കിൽ നിനക്ക് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും സംശയം എന്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ചപ്പോൾ 0 നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്, ഇതെന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാം 0 ആയിപ്പോകും. അപ്പോൾ 0 ആയി പോയി v = 0 + 80 എന്നായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ v² - 0 = 2s എന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ അങ്ങനെ അല്ലല്ലോ വരേണ്ടത്. u ആയിട്ടും v ആയിട്ടും a ആയിട്ടും s ആയിട്ടും തന്നെ കിടക്കണം. അതാണല്ലോ ഇക്വേഷൻ. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്തിട്ടാണ് വരച്ചത്. ഇത്രയും വരച്ച ഗ്രാഫ് ഇത്രയും വരച്ച്. ഇനി നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെയോ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷനാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാ നോക്കി സ്ലോപ്പ് നോക്കി. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടത്തെ കോർഡിനേറ്റ് എന്താ? 0 u അല്ലേ? ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ? അതായത് ടിയും വിയുമാണ്. അതെങ്ങനെ മനസ്സിലായത്? അതായത് ഈ കോർഡിനേറ്റിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടോ? ടി ആണ്.
y കോർഡിനേറ്റ് v ആണ്, അതുകൊണ്ട് അങ്ങനെ വന്നത്. ഇനി ഇവിടത്തെ നോക്കി, ഈ പോയിന്റിന്റെ ഇവിടെ x കോർഡിനേറ്റ് ഉണ്ടോ? ഈ യുവിന് x കോർഡിനേറ്റ് ഇല്ല, y കോർഡിനേറ്റ് u ആണ്. അങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? y2 മൈനസ് y1 ഡിവൈഡ് ബൈ എന്താ x2 മൈനസ് x1 അല്ലേ? അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താന്ന് എഴുതാം? y2 ഇവിടെ എന്താ v ആണ്, y1 എന്താ ഇവിടെ u ആണ്. ടൈം എന്ന് പറയുമ്പോൾ എന്താ t മൈനസ് 0 നമുക്ക് v മൈനസ് u ബൈ t എന്ന് എഴുതാം. അപ്പോൾ v മൈനസ് 2 ബൈ t എന്താ? ആക്സിലറേഷൻ ആണല്ലോ, ഇല്ലേ? അപ്പോൾ നമുക്ക് സ്ലോപ്പ് എന്ത് കിട്ടി? ആക്സിലറേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ രണ്ടിനെ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ a ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ t എന്നാക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ at ഈസ് ഈക്വൽ ടു v മൈനസ് u എന്ന് കിട്ടും. അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുക, യുവിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പം at പ്ലസ് u ഈസ് ഈക്വൽ ടു എന്ന് വരുന്നു, v എന്ന് വരുന്നു. അവിടെ നിന്ന് v ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം, u പ്ലസ് at എന്ന് എഴുതാം. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്നും ഇത് ഇക്വേഷൻ 2 എന്നും എഴുതാം. എന്നിട്ട് ഓൺ ഇക്വേറ്റിംഗ് 1 ആൻഡ് 2 എന്ന് പറഞ്ഞ് എഴുതാം. 1 ആൻഡ് 2. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ, എവിടാണോ ഡൗട്ട് ഉള്ളത് അത് എന്നോട് ചോദിക്കുക. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. x1 0 അല്ലേ? x1 0 അല്ലേ? അപ്പൊ t മൈനസ് 0 നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. t മൈനസ് 0 എന്താടാ? കണ്ടു. ഓക്കെ, ഞാൻ ചെറുതാക്കാം, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഏത് പോയിന്റാടാ? ഇതോ? എന്തിനാ? അതിന്റെ കോർഡിനേറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ടീം വി. എന്ത് പറയുന്നത്? ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഈ 2 പോയിന്റ് എടുത്താൽ പോരെ. ഈ 2 പോയിന്റ് എടുത്തിരിക്കുന്നേ. എടാ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ അടുത്തടുത്തുള്ള 2 പോയിന്റ് എടുത്തിട്ട് ഒരു ട്രയാങ്കിൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്തത്. ഈ പോയിന്റ് എടുത്താലും സ്ലോപ്പ് തന്നെയല്ലേ? അതുപോലെ തന്നെ ഈ പോയിന്റ് എടുത്താലും സ്ലോപ്പ് തന്നെയല്ലേ? അതേലെ ഏത് 2 പോയിന്റ് എടുത്താലും സ്ലോപ്പ് കണ്ടുപിടിക്കാം. മനസ്സിലായോ? 2 പോയിന്റിന്റെ കോർഡിനേറ്റ്സ് മതി. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം. ക്രിസിന് ഓക്കെ ആണോ? ക്രിസിൻ ഓക്കെയാണ് സർ. ഓക്കെ. പാർവണ ഓക്കെ ആണോ? പാർവണ ഓക്കെയാണ് സർ. അമല്, സൂര്യഗായത്രി, അർജുന്, അലൻ. ഓക്കെ. ഇനിയും ഇതിനകത്ത് അനുഷ്ക ഓക്കെ ആണ്? അനുഷ്ക, ജ്യോതിസ് ഓക്കെയാണ് സർ. ഓക്കെ, ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ ഗ്രാഫിൽ നിന്ന് വേറൊരു സാധനം കൂടെ കണ്ടുപിടിക്കണം. എന്തുവാ? അതായത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ കൂടെ കണ്ടുപിടിക്കണം, ഇല്ലേ? അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് തന്നെ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. നമുക്കറിയാം ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ കിട്ടുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുന്നത്, അല്ലേ? ഒരു സെക്കൻഡ്, ഇവിടെ v മൈനസ് u എടുക്കുന്നത്. ഓക്കെ, നോക്കിക്കോ. അപ്പം ഇവിടത്തെ ഏരിയ ഓഫ് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താ കിട്ടുന്നത്? എന്താണ് കിട്ടുന്നത്? ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. എഴുതുക, ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഏരിയ എടുത്താലോ? ഇവിടെ എത്ര ഫിഗർ ചേർന്നിട്ടാ ഈ ഏരിയ ഉണ്ടാകുന്ന? നോക്കിയോ, വേണ്ട, ഈ ഇത്രയും ഫിഗർ ചേർത്തിട്ടല്ലേ ഇവിടെ ഏരിയ ഉണ്ടാകുന്നത്, അല്ലേ? ഇതല്ലേ ഏരിയ അണ്ടർ ദിസ് കർവ്? ഇത്രയും ഭാഗം ആണോ? ഇതെവിടെ എഴുതുന്നത്? പെട്ടെന്ന് എഴുത്. കൂടെ എഴുതി അങ്ങ് പോകും. മനസ്സിലാക്കി കൂടെ എഴുതി അങ്ങ് പോകും. 10ാം ക്ലാസ് പോലെ ഇങ്ങനെ സാമട്ടിൽ ഇരിക്കല്ലേ കേട്ടോ. ഓക്കെ, ഈ ഗ്രാഫ് കവർ ചെയ്യുന്ന ഏരിയ ഏതാ? ഈ ഗ്രാഫ് കവർ ചെയ്യുന്ന ഏരിയ അതേണ്ട ഇതാണോ എന്ന് പറയണേ. ഈ ഗ്രാഫ് കവർ ചെയ്യുന്ന ഏരിയ അനുഷ്ക പറഞ്ഞ ഇതാണോ? അനുഷ്ക, ഇതാണോ ഈ ഇത് മാത്രമേ ഉള്ളൂ? അല്ല, അതിന്റെ അടിയിലത്തെ ആ പോർഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ ഓഫ് ട്രയാങ്കിളും ഏരിയ ഓഫ് റെക്ടാങ്കിളും കൂടെ കൂട്ടുന്നതല്ലേ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ, ഇല്ലേ?
ഷെയ്ഡഡ് റീജിയൻ ഈസിക്കൽ ടു എന്തെന്ന് വരാം ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് എന്താ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ആണോ? ഇനി നമുക്ക് നോക്കാം. ഇതിനെ ഫിഗറിനകത്ത് കുറേ കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. നോക്കിയേ, എല്ലാവരും ശ്രദ്ധിച്ച്. ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ആണ്. ഇവിടുത്തെ ബേസ് ഏതാ? ഇതല്ലേ ഇവിടത്തെ ബേസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ടി അല്ല, ടി ആണ് അവിടത്തെ ബേസ് അല്ലേ? ഇവിടത്തെ ഹൈറ്റ് ഏതാ? ഇതല്ലേ ഇവിടത്തെ ഹൈറ്റ്. അതെങ്ങനെ വി വരുന്നത്? ഇത്രയും ഭാഗമേ ഉള്ളൂ. വിയിൽ നിന്ന് യു മൈനസ് ചെയ്ത് കളയുന്ന ഭാഗമാണത് അല്ലേ? ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? അതിനെ വി മൈനസ് യു എന്ന് എഴുതാം. ഓർത്തോണം, അതെങ്ങനെ അങ്ങനെ വന്നതെന്ന് അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. ഇത് വി മൈനസ് യു ആണ്. അതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം വി ആണ്, ഇത്രയും ഭാഗം യു ആണ്. അപ്പം വിയിൽ നിന്ന് യു മൈനസ് ചെയ്ത് കളഞ്ഞ ഭാഗം മതി നമുക്ക്. ഓക്കെ, വി മൈനസ് യു. ഓക്കെ, ഇനി നോക്കിയോ, അപ്പം ഹാഫ് ആയി ബേസും ആയി. ഓക്കെ, ഇനി ഇതൊന്ന് നോക്കിയേ, ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എത്ര? ടി തന്നെ. ടി ബ്രെഡ്ത്ത് ഇത്രയല്ലേ? ഇത്രയെന്ന് പറയുമ്പോൾ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ? അത് യു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിച്ചിട്ട് പ്ലസ് അതിനകത്ത് എഴുതണം, ഷെയ്ഡ് ചെയ്തിട്ട് എഴുതുക. അത്ര ഏരിയ മൊത്തം. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, എഴുതാനുള്ള സമയം തരാം. എല്ലാവരും നോക്കി, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് പ്ലസ് എന്താ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. നമ്മളിപ്പോൾ എഴുതിയായിരുന്നു ഹാഫ് ഇൻറ്റു അവിടുത്തെ ബേസ് ടൈം ആണ്, അവിടുത്തെ ഹൈറ്റ് എന്താ വി മൈനസ് യു ആണ് അല്ലേ? പ്ലസ് അവിടുത്തെ ലെങ്ത് എത്രയാ? ടി ആണ്. അവിടുത്തെ ടൈം എത്രയാ? യു ആണ് അല്ലേ? ടി ഇൻറ്റു യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടീനെ അകത്തോട്ട് വേണേൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് വരും? അല്ലെങ്കിൽ വേറെ ഒരു ഇത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ. ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു ടി. എന്താണ് മോനെ? ഒരു സെക്കൻഡ്, ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ ആക്കാം നോക്കട്ടെ. ഒരു സെക്കൻഡ്. ഏതാ? അല്ല, അത് നമ്മൾ അങ്ങനെ വെച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. വേറെ ഇത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഗ്രാഫ് വെച്ചിട്ട് വേണം ചെയ്യാൻ. വി മൈനസ് യു. ഓക്കെ, ഇനി നോക്കിയോ, ഇതിവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാം. നോക്കിക്കോളൂ, ഇതിപ്പം എസ് അല്ലേ കിട്ടിയത്? എസ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും കൊടുക്കുക. ഓക്കെ, കൊടുത്തോ? ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും കൊടുക്കുക. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നോ? ഇല്ലേ? പഠിച്ചായിരുന്നോ? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം എന്ന് പഠിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റിനെ നമുക്ക് വി പ്ലസ് യു ബൈ 2 എന്ന് എഴുതാമല്ലോ. ഇൻറ്റു എന്തെന്ന് എഴുതാം? ആ ടൈം എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. എഴുതിക്കോ. ഓക്കെ, എഴുതിയോ? എല്ലാവരും എഴുതിയോ മക്കളെ? എഴുതി. ഓക്കെ, ഇനി നോക്കിയോ, നമുക്കറിയാം വി മൈനസ് യു
അല്ലെ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണോ? അവിടെ നിന്ന് വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ടി എന്നാക്കാം. അവിടെ നിന്ന് വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ ഈസ് ഈക്വൽ ടു ടി എന്നാക്കാം. ആക്കാമോ? ഇത്ര ആക്കാമോ? എഴുതി കഴിഞ്ഞ് പറയണേ. എഴുതാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഏതാ? അത് ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് വിടാം. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് വിടാം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 3 in 2 ഇടും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 3 in 2. 2 എന്തായിരുന്നു? 2 എന്ന് പറയുമ്പം യു പ്ലസ് വി ബൈ 2 ഇൻറ്റു ടി ആയിരുന്നു ഇല്ലേ? അപ്പം ആ ടിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? അപ്പം എസ് ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വി മൈനസ് യു ബൈ എ. ഇനി നമുക്ക് എന്താണെന്ന് എഴുതാം? എസ് ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ഇൻറ്റു എന്താണ്? വി മൈനസ് യു ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അതായത് എസ് ഈസ് ഈക്വൽ ടു അഡ്ജസ്റ്റ് ചെയ്തിട്ട് വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്നാക്കാം ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. അവിടെ നിന്ന് എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2as ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഹെൻസ് പ്രൂവ്ഡ് അല്ലേ? ആണോ? അല്ല, ആ ഫസ്റ്റ് ഇക്വേഷനിൽ സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടായത്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം തോന്നുന്നത് എന്താ? ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്തിനാ എഴുതിയെന്ന്. ശരിക്കും ഫസ്റ്റ് ഇത് എഴുതിയോ? നിങ്ങൾ എഴുതിയോ? ഇത്ര എഴുതിയോ? എല്ലാവരും എഴുതിയെന്നൊന്ന് പറയണേ. എഴുതി. അപ്പം ഇതൊന്ന് നോക്കിയോ. ഓക്കെ, ഇവിടെയാണ് നിങ്ങളുടെ ഒരു ഡൗട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലുള്ളൊരു ഡൗട്ട് ഞാൻ പറയാം. അതായത് ഫസ്റ്റ് ഇക്വേഷൻ എന്തിനാണ്? ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ശരിക്കും ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്താലും ഇങ്ങനെയാണ് കിട്ടുന്നത്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് പോകുന്നത്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ. ഇവിടെ നോക്കിയോ. ഇതിനെ ഞാൻ എസ് ഈസ് ഈക്വൽ എന്താക്കുകയാണ്? ഹാഫ് ടി വി മൈനസ് ഹാഫ് ടി യു. അതായത് ഈ രണ്ടാൾക്കാരെ ഞാൻ എന്ത് ചെയ്യാൻ പോവാം? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, പ്ലസ് എന്തെന്ന് വരുന്നു? ടി യു എന്ന് വരുന്നു. ഓക്കെ, ഇനിയും നോക്കിയോ. ഇനിയും ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ ഹാഫ് ടി വി മൈനസ് ഹാഫ് ടി യു പ്ലസ് ടി യു. അര ടി യു എന്ന് ഒരു ടി യു മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മൈനസ് അര ടി യു ആണ് നിൽക്കുന്നത് അല്ലേ? അതായത് ഹാഫ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് ഹാഫ് ആയിരിക്കും. അപ്പം അതേപോലെ നോക്കിയേ, ഹാഫ് എന്താണ്? ടി വി മൈനസ് എന്തെന്ന് വരുന്നു? ഹാഫ് ടി യു എന്ന് വരുന്നു. ഇവിടെ നിങ്ങളൊന്ന് ടി കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും വരുന്നത്? വി മൈനസ് യു ഡിവൈഡഡ് ബൈ 2 ആണോ? ഒരു സെക്കൻഡ്, വി മൈനസ് 2 ആയിരുന്നു നമ്മൾ വന്നത്. മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ അതായത് 1 ന്ന് മൈനസ് പോവാം. ഇവിടെ 1 ന്ന് മൈനസ് പോവാം. 1 മൈനസ് ഹാഫ് ആണ്. അപ്പോൾ ഇത് പ്ലസ് ആണ് വരുന്നത്. കണ്ടോ? അപ്പം ഇത് തന്നെയല്ലേ വരുന്നത്. ഇങ്ങനെ ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്തത്. ഓക്കെ, സെറ്റാണോ? ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. ക്ലിയർ അല്ലാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം.
എവിടെ മുതലാ പറയേണ്ട മോനെ? ഇപ്പൊ പറഞ്ഞെടുത്ത് ഇപ്പൊ പറഞ്ഞ കാര്യം മാത്രം. നമ്മൾ ഈ എസ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്തുവാ കണ്ടുപിടിച്ചത്? ഗ്രാഫിൽ നിന്ന് നമ്മൾ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു പ്ലസ് ടി യു എന്ന് എഴുതി. അത് കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ ഒരു സാധനം പഠിപ്പിക്കാതെ വേറൊരു ഇക്വേഷൻ, നമ്മൾ പണ്ട് പഠിച്ചൊരു ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ഇതാണ് തന്നത്. അത് നമ്മൾ ഗ്രാഫിൽ നിന്നാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാതിരി നിങ്ങൾക്ക് ഏതാ തിരിച്ച് 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 ഇവിടെ നോക്കിയേ, ഇതിനാ ഡെറിവേഷനകത്ത് നോക്കിയോ. ഓക്കെ, മോനെ നോക്കിയോ. അതായത് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുകയാണ്. നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ എന്താ? എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യു പ്ലസ് എന്താ ടി യു. ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടിയത്. ആണോ അല്ലനെ? ആണ്. ശരിക്കും ഇതിൽ നിന്നാണ് അടുത്ത ഇക്വേഷൻ 2 വരേണ്ടത്. എന്താ? വി പ്ലസ് യു ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി എന്ന് നമുക്ക് ഇത് സോൾവ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് അങ്ങ് എഴുതിയത്. ഇത് സോൾവ് ചെയ്താൽ ആ ഇക്വേഷൻ തന്നെ കിട്ടുന്നത്. അത് വേണമെങ്കിൽ അവിടെ സൈഡിലോട്ട് എഴുതി വെച്ചോണം. നോക്കിയോ, എസ് ഈസ് ഈക്വൽ ടു ഞാൻ ഈ ഹാഫ് ടീനെ ഒരുമിച്ച് ഈ രണ്ടാളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ എന്ത് വരും? ഹാഫ് ടി ഇൻറ്റു വി എന്ന് വരും, മൈനസ് ഹാഫ് ടി ഇൻറ്റു യു എന്ന് വരും. ഓക്കെ, പ്ലസ് ഇവിടെ എന്ത് കിടപ്പുണ്ട്? ഒരു ടി യു കിടപ്പുണ്ട്. ആണോ മോനെ? ആണ് സർ. ഓക്കെ, അപ്പം ഇതിനെ നോക്കിയേ. ഇതിനെ നമുക്ക് ഹാഫ് ടി വി ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്ലസ് ടി യു ഞാൻ ആദ്യം എഴുതി, മൈനസ് ഹാഫ് ടി യു രണ്ടാമത് എഴുതി. അതായത് ഇത് ശരിക്കും 1 മൈനസ് 1/2 എന്നുള്ളതിൻ്റെ ഉത്തരം തന്നെ അതുപോലെ തന്നെയല്ലേ കിടക്കുന്നത്. ആ 1ൻ്റെ കൂടെ ഒരു ടി യും ഹാഫിൻ്റെ കൂടെ ഒരു ടി യു വന്നേ അല്ലേ ഉള്ളൂ. 1 മൈനസ് 1/2 ആൻസർ എത്രയാ? 1/2 തന്നെയല്ലേ? ആണ് സർ. അങ്ങനെയാണെങ്കിൽ ടി യു മൈനസ് ഹാഫ് ടി യു എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ടി യു തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1/2 ടി വി പ്ലസ് എന്താണ്? ഹാഫ് ടി യു എന്ന് തന്നെ വരും. ഇതിനകത്തുനിന്ന് ഞാൻ എന്ത് കോമൺ എടുക്കാൻ പോവാ? ടി അങ്ങ് കോമൺ എടുക്കാം, അല്ലെങ്കിൽ T/2 അങ്ങ് കോമൺ എടുക്കാൻ പോവാം. T/2 കോമൺ എടുത്ത ബാക്കി എന്ത് വരും? വി മൈനസ് യു എന്ന് വരും. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എന്ത് എഴുതി? വി മൈനസ് യു ബൈ 2 ഇൻറ്റു ടി എന്ന് എഴുതി. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്ത് ഇങ്ങനെയായിരുന്നു വരേണ്ടത്. ഇതിന് പകരം നമ്മൾ എന്ത് എഴുതി? ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയും ഉണ്ട് എന്ന് നമുക്ക് വേണേൽ എടുക്കാം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ അവിടെ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. എന്തുവാ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു, ഇത് വി പ്ലസ് ആണ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എസ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആവറേജ് വെലോസിറ്റി വി പ്ലസ് യു ബൈ 2 എന്ന് പറഞ്ഞായിരുന്നു, ഇൻറ്റു ടൈം. അത് തന്നെയാണ് നമുക്ക് ഇത് സോൾവ് ചെയ്താലും കിട്ടുന്നത്. മനസ്സിലായോ മക്കളെ? പാർവണിക്കൊക്കെ മനസ്സിലായോ? ഒന്ന് പറയണേ, എല്ലാവരും ഒന്ന് പറയണേ. നമ്മൾ ഇത് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത രീതിയിലൊക്കെ ഉള്ള കൺസെപ്റ്റുകളൊക്കെയാണ് പഠിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. സൂര്യഗായത്രി ഓക്കെ ആണോ? ഓക്കെ സർ. എന്തുകൊണ്ടാണ് ഇക്വേഷൻ 1 സോൾവ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഇനിയും ആ ഇക്വേഷൻ 1 സോൾവ് ചെയ്താൽ ഇക്വേഷൻ 2 കിട്ടുമെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായോ സൂര്യഗായത്രി? മനസ്സിലായി സർ. ഓക്കെ, പാർവണയ്ക്കോ? മനസ്സിലായി സർ. ഓക്കെ, ജ്യോതിസിനോ? സാർ ഈ ഇക്വേഷൻ 1 ഡയറക്റ്റ് ചെയ്തിട്ട് ഇക്വേഷൻ 2 ചെയ്യാമല്ലോ, പിന്നെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എഴുതണ്ടായല്ലോ. അതായത് അത് സോൾവ് ചെയ്താലും അങ്ങനെ വരും. പക്ഷെ അത് സോൾവ് ചെയ്യുമ്പോൾ അവിടെ ഒരു മൈനസ് യു ടി അല്ലെങ്കിൽ എന്താ ഹാഫ് യു ടി പ്ലസ് യു ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ഞാനത് രണ്ടാമത്തെ നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ആയിട്ട് തന്നത്. ഇക്വേഷൻ 1 സോൾവ് ചെയ്താലും വരുന്നത് എന്താ? വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി എന്ന് തന്നെയാണ് വരുന്നത്. മനസ്സിലായോ? അപ്പം അതെന്ന് ഇതിൽ ഒരെണ്ണം എഴുതിയാൽ മതി. ഒരെണ്ണം എഴുതിയാൽ ഒരു പ്രശ്നമില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം. അതായത് പല ടീച്ചർമാർ പഠിപ്പിക്കുമ്പോഴും പല രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു രീതി ആയിരിക്കത്തില്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഇനി ഞാൻ പഠിപ്പിക്കുന്ന രീതി ആയിരിക്കത്തില്ല നിങ്ങൾ വേറൊരാൾ പഠിപ്പിക്കുന്നത്. അപ്പം ഒരു 5 പേര് പഠിപ്പിച്ച 5 രീതി ആയിരിക്കും. പക്ഷെ 5 പേരും പഠിപ്പിക്കുന്ന ഫൈനൽ ആൻസർ എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്? ഒന്ന് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്ക് ഏതാണോ എളുപ്പമുള്ളത് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായോ? കാരണം പല രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും.
ഇപ്പം ഇത് പറഞ്ഞ പോലെ തന്നെ, അതായത് 1 × 2 2 × 1 എന്നും ചെയ്യാം, 1 + 2 2 + 1 എന്നും ചെയ്യാം എന്നും പറയുന്ന പോലെ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ നിങ്ങൾ? ഓക്കെ ആണോ? ക്രിസിനൊക്കെ ഓക്കെ ആണോ? ക്രിസിൻ, അർജുനൊക്കെ ഓക്കെയാണ്. അമൽ, അനുഷ്ക, അലൻ? മനസ്സിലായി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ കുറേ ടൈം എടുക്കും കേട്ടോ. കാരണം നമുക്ക് ചിലപ്പം ഒരു മണിക്കൂറും കൊണ്ട് ചിലപ്പോൾ ഒരു 3 ക്വസ്റ്റ്യനേ ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. ക്വസ്റ്റ്യൻസ് എല്ലാം വലുതാണ്. ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. തരാം. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് of a body starts from rest as shown below. അപ്പോൾ ആ ഗ്രാഫ് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, നോക്കിക്കോളൂ. ആക്സിലറേഷൻ ടൈമാണ്. ആക്സിലറേഷൻ അവർ തന്നിരിക്കുന്നത് m/s²-ലാണ്. അതിൻ്റെ ഇങ്ങനെയാണ് മുകളിലോട്ട്, അതേപോലെ തന്നെ താഴോട്ട്. അതായത് മുകളിൽ ഒരു 4 എന്ന് പറയുന്ന ഒരു മാർക്ക് വന്നിട്ടുണ്ട്. ആ 4 എന്ന് പറയുന്ന മാർക്ക് തന്ന് ഇതേണ്ട ഗ്രാഫ് തന്നെ ഇങ്ങനെ പാരലായിട്ട് വന്നിട്ട് വീണ്ടും എന്തിരിക്കുക, ഇതേണ്ട ഇങ്ങോട്ട് പോയിട്ട് -4 വന്നിട്ടുണ്ട്. അതും കാണിച്ചിട്ടുണ്ട്, -4. എന്നിട്ട് അതെന്ത് ചെയ്തിരിക്കുക, then ഇങ്ങനെ വന്നിട്ട് then ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ടൈമാണ്, അത് സെക്കൻഡിലാണ്, അത് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇനി ഇവിടുത്തെ അളവ് തന്നിട്ടുണ്ട്. ഇത് 1, ഇത് 2, ഈ പോയിന്റ് 3, 4, 5, ഇത് 6. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഗ്രാഫ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്? ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസിങ് ദിസ് ഗ്രാഫ്. ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് using the above graph. C, find the displacement in the given interval of time, in the given interval of time from 0 to 3 seconds. ഇത്രയും കാര്യങ്ങൾ. അതായത് ഈ ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഗുണം എന്താണ്? 2, ഈ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നിങ്ങൾ വെലോസിറ്റി ടൈം ഏതാ? Sir, 0 to 3 seconds. Okay, sir. ഒന്ന് ചെയ്യ്. ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ചിട്ട് പറ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 0 to 3 seconds. എന്തോ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ആക്സിലറേഷൻ, നിങ്ങൾ ഈ ഗ്രാഫ് എല്ലാം വൃത്തിക്ക് പഠിക്കാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇരിക്കല്ലേ.
ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ആക്സിലറേഷൻ ടൈം വെലോസിറ്റി കിട്ടും, അതാണ് അതിന്റെ കാര്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞത് ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ എന്താണ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ലേ അവിടെ. അപ്പം ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് എഴുതണ്ട, ഇവിടെ വെലോസിറ്റി ഇതിന് ഇങ്ങനെ എഴുതിയാൽ മതി. ഇതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതിൻ്റെ ആൻസർ ഇതാണ്. അതായത് ടു ഫൈൻഡ് velocity in a given interval of time. നിങ്ങൾ ആ ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ തന്നിടത്ത് പോയി നോക്കിയാൽ മതി. ഏരിയ എടുക്കുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് കിട്ടുന്നത്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? വി മൈനസ് യു ചെയ്യുമ്പോൾ നിനക്ക് എന്തോ കിട്ടുന്നത്? ഒരു വെലോസിറ്റി അല്ലേ കിട്ടുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ടു ഫൈൻഡ് ദ വെലോസിറ്റി ഇൻ എ ഗിവൺ ഇന്റർവൽ ഓഫ് ടൈം. ഓർത്തോണം, അതായത് വി എന്ന് പറയുന്നത് 50 ആണ്, യു എന്ന് പറയുന്നത് 30 ആണെങ്കിൽ വി മൈനസ് യു ചെയ്യുമ്പോൾ നമുക്ക് 20. അതും എന്ത് തന്നെയാണ്? അതും വെലോസിറ്റി തന്നെയാണ്. അപ്പം ചിലപ്പോൾ വി എന്ന് പറയുന്നത് 1 സെക്കൻഡിലായിരിക്കും, യു എന്ന് പറയുന്നത് ഒരു 1ാമത്തെ സെക്കൻഡിലായിരിക്കും, വി എന്ന് പറയുന്നത് ചിലപ്പോൾ 5ാമത്തെ സെക്കൻഡിലായിരിക്കും. അപ്പോൾ ഈ ടൈം ഇൻ്റർവെല്ലിലുള്ള വെലോസിറ്റി 20 ആണ്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ടൈം ഇൻ്റർവെല്ലിലുള്ള ഒരു ഗിവൺ ടൈം ഇൻ്റർവെല്ലിലുള്ള വെലോസിറ്റി കിട്ടാൻ നമ്മളെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് സഹായിക്കും. Sir, in a given interval of time. Okay, sir. അത് ഉദാഹരണം പറയാം. ഇപ്പം 1ാമത്തെ സെക്കൻഡിൽ എൻ്റെ വെലോസിറ്റി 30 വിചാരിച്ചു. 5ാമത്തെ സെക്കൻഡിൽ എൻ്റെ വെലോസിറ്റി എത്രയാ? 50 വിചാരിച്ചു. അങ്ങനെയാണ് അവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റി വി മൈനസ് യു എത്രയായിരിക്കും? 50 മൈനസ് 30 20 ആയിരിക്കും ഇല്ലേ? അതായത് 1 മുതൽ 5 വരെയുള്ള 4 സെക്കൻഡിൽ എൻ്റെ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് കൂടിയത് അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റർവെല്ലിലുള്ള വെലോസിറ്റി കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആൻസർ എന്താ? അതിൽ നിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വെലോസിറ്റി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നോക്കിയേ, നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നോക്കിയേ. അതായത് ആക്സിലറേഷൻ ഈസിക്കൽ എന്താ? വി മൈനസ് യു ബൈ ടി ആണ്. ഓക്കെ, ഇവിടെ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വി എടുത്താൽ മതി. എ ഈസിക്കൽ ടു വി ബൈ ടി എന്നങ്ങ് എടുത്താൽ മതി ജനറലി. ആക്സിലറേഷൻ ഇവിടെ എത്ര തന്നിട്ടുള്ളത്? 4 ആണ് തന്നിട്ടുള്ളത്. ഈസിക്കൽ ടു വി ബൈ ടൈം എത്രയാണ്? 3 സെക്കൻഡ്. 3 സെക്കൻഡിലെ നോക്കാം ഇല്ലേ? അപ്പം ഇതിൻ്റെ അപ്പം നമുക്ക് വി എത്ര കിട്ടും? 4 × 3 12 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇവിടുത്തെ മാക്സിമം വെലോസിറ്റി. അതായത് 0 തൊട്ട് 3 സെക്കൻഡ് വരെ വെലോസിറ്റി എന്താ? യൂണിഫോം ആക്സിലറേഷൻ ആക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 1ാമത്തെ സെക്കൻഡിൽ ആക്സിലറേഷൻ എന്താ? 4. 2ാമത്തെ സെക്കൻഡിൽ ആക്സിലറേഷൻ എന്താ? 4. 3ാമത്തെ സെക്കൻഡിലും ആക്സിലറേഷൻ എന്താ? 4. അതിനർത്ഥം എന്തുവാ? ബോഡി യൂണിഫോമിലി ആക്സിലറേറ്റഡ് ആണ്. യൂണിഫോമിലി ആക്സിലറേറ്റഡ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി എന്താവുമെന്ന് പറയുന്നത്? ഈക്വൽ എമൗണ്ടിൽ ഇങ്ങനെ കൂടി പോകുന്ന പറഞ്ഞു. അപ്പം വെലോസിറ്റി ഇതിൻ്റെ ഗ്രാഫ് നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം. പറയടാ. നെഗറ്റീവ് ആക്സിലറേഷൻ. ഇവിടെ നോക്കിയോ, എ ഈസിക്കൽ ടു, നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങൾ രണ്ടാമത്തെ ആൻസർ ഇവിടെ തൊട്ട് എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ. എ ഈസിക്കൽ ടു വി മൈനസ് യു ബൈ ടി എഴുതുക. എ ഈസിക്കൽ ടു വി മൈനസ് യു ബൈ ടി. അപ്പം വി മൈനസ് യു ബൈ ടീനെ ഇനിഷ്യൽ വെലോസിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ 0 ആണ് ഒരെണ്ണം. അപ്പോൾ വി മൈനസ് യു, അതിനെ ഞാൻ വി തന്നെ അങ്ങ് എടുക്കുകയാണ്. കാരണം 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു ഇവിടെ 0 ആണ്, അത് സൈഡിലോട്ട് എഴുതിയേക്കണം. അപ്പോൾ എ ഈസിക്കൽ ടു വി ബൈ ടി എന്ന് കിട്ടി. ആക്സിലറേഷൻ ഇവിടെ 4 ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, തുടങ്ങിയപ്പോഴും ഇനിഷ്യൽ വെലോസിറ്റി 0-ലും എന്തായിരുന്നു? ആക്സിലറേഷൻ 4 ആയിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോഴും ആക്സിലറേഷൻ 4 ആയിരുന്നു. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോഴും ആക്സിലറേഷൻ 4 ആണ്. 2ാമത്തെ സെക്കൻഡിലും ആക്സിലറേഷൻ 4 ആണ്. 3ാമത്തെ സെക്കൻഡിലും ആക്സിലറേഷൻ 4 ആണ്. അപ്പോൾ ആക്സിലറേഷൻ ഇവിടെ യൂണിഫോം ആണെന്ന് പറയുന്നത്. ആക്സിലറേഷൻ യൂണിഫോം ആണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? ഈക്വൽ എമൗണ്ടിൽ കൂടി പോകുമായിരുന്നു. നമ്മൾ മറ്റേ അന്ന് വരച്ചൊരു കണ്ടീഷൻ, ആദ്യത്തെ വെലോസിറ്റി 50, പിന്നെ 55, പിന്നെ 60, പിന്നെ 65. അതേതാ? 5 സെക്കൻഡിൽ 5 സെക്കൻഡ് 5 സെക്കൻഡ്. കണ്ടോ? ഇതാണ് വരുന്നത്. അപ്പം യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പോൾ വെലോസിറ്റി എന്താണ്? ഒരേപോലെ കൂടി പോവുക. അതിന്റെ മാക്സിമം വെലോസിറ്റി ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. എത്രയാ? 4 ഈസിക്കൽ എന്താ? വി ബൈ 3 എന്ന് വരും 3 സെക്കൻഡിൽ. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഈസിക്കൽ എത്രയാ? 4 × 3 12 എന്ന് കിട്ടും. 12 മീറ്റർ പെർ സെക്കൻഡ്.
അതായത് മൂന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എന്തായിരിക്കും? 12 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇതിൻ്റെ താഴോട്ട് രണ്ട് ഈ ഗ്രാഫിനെ ഒന്ന് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇങ്ങോട്ട് മാറ്റി വെക്കാം, നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോളൂ, ഇത് വെലോസിറ്റി, ഇത് ടൈം. ഓക്കെ ആണല്ലോ. ഇവിടെ വെലോസിറ്റി ഏതാ? അത് പുതിയത് നോക്കിക്കോ. അപ്പം ഇവിടെ നോക്കിക്കോളൂ, ഇത് ഒന്നാമത്തെ സെക്കൻഡ്, ഇത് രണ്ടാമത്തെ സെക്കൻഡ്, ഇത് മൂന്നാമത്തെ സെക്കൻഡ്, ഇത് നാലാമത്തെ സെക്കൻഡ്, അഞ്ചാമത്തെ സെക്കൻഡ്, ആറാമത്തെ സെക്കൻഡ് ആണല്ലോ. അപ്പം 1 മുതൽ 3 വരെ വെലോസിറ്റി എന്താണ്? കൂടി പോവാ അല്ലേ? മാക്സിമം എത്ര വരെയാ? 12. അപ്പം എന്താ, ഇതിങ്ങനെ വരച്ച് വിയുടെ അവിടെ കൊണ്ട് അല്ലെ 3യുടെ അവിടെ കൊണ്ട് മാക്സിമം. ഇതാണ് 12 മീറ്റർ പെർ സെക്കൻഡ് മാക്സിമം. ഇനി എന്ത് ചെയ്യുക? 3 മീറ്റർ പെർ സെക്കൻഡ് 3ലെത്തിയപ്പോൾ എന്താ? ഒരൊറ്റ കുറഞ്ഞിട്ട് ആക്സിലറേഷൻ എന്താ? കുറയുക. അപ്പോൾ കുറഞ്ഞിട്ട് എവിടം വരെയാണ് കുറയുന്നത്? ആ 6 വരെ. അപ്പോൾ നോക്കിയോ, അവിടെ നേരെ തന്നെ ഇങ്ങനെ വന്ന് 6ലോട്ട്. കണ്ടോ, ഇതായിരിക്കും അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. മനസ്സിലാത്തവർ ചോദിച്ചോണോ? സാർ ഒന്നുകൂടെ പറയാമോ? എവിടാ പറയണ്ടേ? നിങ്ങൾ ഈ ഗ്രാഫ്, ഞാൻ പഠിച്ച ഗ്രാഫ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ലാസ് ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ ലാസ്റ്റ് ദിവസം തന്നെ, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് ഈ ഗ്രാഫ് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ തുടങ്ങുമ്പോൾ തൊട്ട് 3 സെക്കൻഡ് വരെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും പാർവണേ? ആക്സിലറേഷൻ ഒരേപോലെ പോകുന്നെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? പാർവണയല്ലേ ഇപ്പൊ ചോദിച്ചേ? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആകണമെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കണം? കണ്ടാവുന്നു, പഠിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് മനസ്സിലാവുന്നേ? അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചായിരുന്നു, തുടങ്ങുമ്പോൾ ഉള്ള വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ്. ആദ്യത്തെ 5 സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി കൂടിയിട്ട് 55 ആക്കി, അടുത്ത 5 സെക്കൻഡിൽ 60 ആക്കി, അടുത്ത 5 സെക്കൻഡിൽ 65 ആക്കി, അടുത്ത 5 സെക്കൻഡിൽ 70 ആക്കി, അടുത്ത 5 സെക്കൻഡിൽ 75 ആക്കി. ഓക്കെ, അപ്പം ഇവിടുത്തെ വെലോസിറ്റി എന്താ? ഇവിടുത്തെ ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ A ഈക്വൽ എന്താ? V - U/T. അതെത്ര? 55 - 50 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടും? 5/5 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഇവിടെയും 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാ, ഇവിടെയും 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാ. അപ്പം അതിനർത്ഥം എന്തുവാ? വെലോസിറ്റി യൂണിഫോം ആയിട്ട് കൂടി പോവാ. ആക്സിലറേഷൻ കോൺസ്റ്റന്റ്. അപ്പോൾ ആക്സിലറേഷൻ യൂണിഫോം ആണെങ്കിൽ, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി ഒരേപോലെ കൂടി പോകുന്നെന്ന് അർത്ഥം. ആണോ? അങ്ങനെയാണോ പഠിപ്പിച്ചേ? ആണോ പറയണേ? ഓക്കെ, അപ്പം ഇവിടെ എവിടം വരെയാണ് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആക്കിയിരിക്കുന്നത്? ഒരു ഗ്രാഫ് എങ്ങനെയാ പോകുന്നത്? 4 എവിടം വരെയാ? 0 തൊട്ട് 3 സെക്കൻഡ് വരെ. കണ്ടോ, ഒറ്റ ലൈനിലാണ് പോകുന്നത്. അപ്പോൾ ആക്സിലറേഷൻ അവിടെ എല്ലാം എന്താ? 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതിനർത്ഥം എന്തുവാ? ആ 3 സെക്കൻഡ് വരെ വെലോസിറ്റി ഒരേ ടൈം ഇന്റർവെൽ ഒരേപോലെ കൂടി പോകുന്നു എന്നർത്ഥം. ആണോ? അപ്പം 0 തൊട്ട് 1 വരെ ഇങ്ങനെ, 1 തൊട്ട് 2 വരെ ഇങ്ങനെ, 3 വരെ ഇങ്ങനെ. കണ്ടോ, 3 വരുമ്പോൾ മാക്സിമം വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ മാക്സിമം വെലോസിറ്റി. പിന്നീട് നോക്കിയോ, പിന്നീട് എന്താ സംഭവിക്കുന്നത്? ആക്സിലറേഷൻ കുറഞ്ഞ് നെഗറ്റീവ് വന്നു. നെഗറ്റീവ് വന്നിട്ട് എവിടം വരെയാ? കുറയുക. ആക്സിലറേഷൻ കുറഞ്ഞിട്ട് നേരെ ഇവിടെ നിന്ന് 6 വരെ എന്ത് ചെയ്യുക? നെഗറ്റീവ് ഡയറക്ഷനില്ല. നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടോ, ഇവിടെ നിന്ന് താഴോട്ടാ ഡീസിലറേഷനാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് നടക്കുന്നത് എന്നാ അതിനർത്ഥം. ക്ലിയർ ആണോ? അപ്പം ഈ വര നിങ്ങൾ നോക്കണ്ട, ഈ ഗ്രാഫിന്റെ ഈ വര നിങ്ങൾ നോക്കണ്ട. കണ്ടോ, ഈ വര നിങ്ങൾ നോക്കണ്ട. 0 തൊട്ട് 3 വരെ ആക്സിലറേഷൻ മുകളിൽ കോൺസ്റ്റന്റ്, അത് കഴിഞ്ഞ് പിന്നെ 3 തൊട്ട് 6 വരെ താഴെയാ വന്നിരിക്കുന്ന ഗ്രാഫ് അല്ലേ? അപ്പം ഇവിടെ ഈ കണക്ഷൻ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇതായിരിക്കും ഗ്രാഫ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം 0 തൊട്ട് 3 വരെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യുക? കൂടി പോവാം. അതേപോലെ തന്നെ പിന്നീട് എന്താ? വെലോസിറ്റി ആക്സിലറേഷൻ നെഗറ്റീവായി. ആക്സിലറേഷൻ നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി കുറഞ്ഞു വരിക. അതും ഒരേ ആക്സിലറേഷനാണ്, നെഗറ്റീവ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. എവിടെ വരെ? 6 വരെ. അതിനർത്ഥം എന്താ? വെലോസിറ്റി ഒരേപോലെയാണ് കുറഞ്ഞു വരുന്നത്. 3 തൊട്ട് 4 സെക്കൻഡ് വരെ എത്ര കുറഞ്ഞോ അത്രയും തന്നെ ആയിരിക്കും 4 തൊട്ട് 5 വരെയും കുറയുന്നത്. അത്രയും തന്നെ ആയിരിക്കും 5 തൊട്ട് 6 വരെയും കുറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ കുഞ്ഞേ? ആണെങ്കിലേ ആണെന്ന് പറയാമോ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഇനിയും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫിന് എന്ത് കണ്ടുപിടിച്ചാലാണ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നത്?
ഏരിയ കണ്ടുപിടിച്ചാൽ മതി ഇല്ലേ? അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എന്താ, അതായത് അപ്പൊ അത് താഴോട്ട് എഴുതുക എന്താ, അല്ല, ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്, ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്, മൂന്നാമത്തെ ആൻസർ ആണ്. ടൈം ഗ്രാഫ് ഗീവ്സ് എന്താ, ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് എഴുതാം. അപ്പൊ ഇവിടത്തെ ഡിസ്പ്ലേസ്മെന്റ് എസ് ഈക്വൽ ടു എന്താ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഇല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ എത്ര, നമുക്ക് പകുതി നോക്കിയാൽ മതി, അതായത് ഇവിടം വരെ മതി, ഇവിടം വരെ നോക്കിയാൽ മതി, അത് തന്നെ ഇങ്ങോട്ടും. അപ്പം ഇത്രയും ട്രയാങ്കിൾ മതി നമുക്ക് എന്താ, എൻ്റെ ഇത്രയും നോക്കിയാൽ മതി. ഓക്കെ, അപ്പം എന്താ, അപ്പം 3 ഇൻറ്റു ഇനി എന്താ 12. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര 4. അപ്പോൾ 4 ഇൻറ്റു 3 എത്ര തന്നെ കിട്ടും? അല്ല 4 ഇൻറ്റു 3 ഒരു സെക്കൻഡ്, 6 3 18 നോക്കിയോളൂ. അല്ലെങ്കിൽ മൊത്തം എനിക്ക് ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 0 to 3 വരെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം 18 വരും ഇല്ലേ? അതായത് ബേസ് എത്ര ഇവിടെ 0 തൊട്ട് 3 വരെ സെക്കൻഡ് വരെ മതി ഇല്ലേ? 0 തൊട്ട് 3 വരെ സെക്കൻഡ് വരെ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഏരിയ എടുത്താൽ മതി. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ, 3 ഇൻറ്റു ഹൈറ്റ് എത്രയാ 12. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 6 വരും. 6 ഇൻറ്റു 3 എത്ര, 18 മീറ്റർ ആയിരിക്കും അടുത്ത ഡിസ്പ്ലേസ്മെന്റ്. ഇത് മനസ്സിലാകാത്തവർ ചോദിക്കോ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതൊന്നും അല്ല ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ചെറുത്, ഇനി വരുന്നേ ഉള്ളൂ. ഹാഫ് ആണ് എടുക്കുന്നേ. ഏതാ ട്രയാങ്കിളോ? ആ അതെന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം 0 to 3 സെക്കൻഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും മതി, 0 തൊട്ട് 3 സെക്കൻഡ് വരെയുള്ള ഗ്രാഫ് മതി. ഓക്കെ സാർ. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങളെ? ജ്യോതിസ് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ജ്യോതിസ്? ചോദിച്ചോ ജ്യോതിസ്. എല്ലാം ഓക്കെ. എല്ലാം ഓക്കെ. ക്രിസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ഓക്കെ, സൂര്യഗായത്രി പാർവണ, അർജുൻ അനുഷ്ക, ഓക്കെ ആണ്. അമല് അലന്. ഓക്കെ ആണ് സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.